ചെല്ലോ ചെല്ലോ, നിന്റെ വോയിസ് ഇറ്റ്സ് റിയലി അഡിക്റ്റിംഗ്. എനിക്ക് സ്ഥിരം എന്നും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുടാ. എന്ത് രസമാ. ചെല്ലോ ചെല്ലോ ഡാ. ആ ആ, എന്തേ? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ എന്താ പറഞ്ഞേ? ആ പഷ്ട്, നീ എന്താലോചിക്കായിരുന്നു? അല്ലടാ, നീ എന്നെ കിസ് ചെയ്താ? ആ ചെയ്തു. എവിടെ? നിന്റെ ചീക്സില്. ചീക്സിലാ? ആ അതെ. എന്തേ? ഹേ, ഒന്നുമില്ല. സോ ദാറ്റ് മീൻ ഐ ആം ഇമാജിനിങ് തിങ്സ്. ഓ വരുൺ, നീ എന്താലോചിക്ക? ആ നീ എന്താന്ന് നേരത്തെ പറഞ്ഞത്? ഓ, നിന്റെ വോയിസ് കേൾക്കുമ്പോഴേ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു. അടിപൊളി വോയിസ് ആണെന്ന്. ആ, നമുക്ക് പാവങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് കേൾപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ. വാട്ട് യു മീൻ? അല്ല, മോജിയെ പോലെ ഒരച്ഛനും പണവും ഒക്കെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു വലിയ സിംഗറായിരുന്നു. പക്ഷേ ജനിച്ചത് ദാരിദ്ര്യം പിടിച്ച വീട്ടിലായതുകൊണ്ട് അതൊന്നുമില്ല. ഞാൻ പണിക്ക് പോയിട്ട് വേണം ആ വീടൊന്ന് കഴിയാനായിട്ട്. പക്ഷേ പണമുള്ളവരൊക്കെ ഹാപ്പിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നല്ലാതെ, ഞാൻ കണ്ടവരൊക്കെ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഹാപ്പി ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അത് ഇല്ല. എടാ, നീ ഭാഗ്യവാനാ. നിനക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിയുടെ കെട്ടിയവനുണ്ട്. അങ്ങനെ ഫാമിലി മൊത്തം നിന്നെ സപ്പോർട്ടാ. നിനക്ക് കൂടെയുണ്ട്, നിനക്ക് ഫ്രീഡം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ, പണമുണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും പറയാൻ ആൾക്കാരുണ്ടായിട്ടും കാര്യമില്ല. അവരൊക്കെ ആവശ്യമുള്ള നേരത്ത് കൂടെ ഉണ്ടാവണം. ഞാൻ കുറേ ആയിട്ട് നിന്നോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താടാ നിൻ്റെ പ്രശ്നം? പ്രശ്നം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ. എനിക്ക് മനസ്സിലായില്ല. അതൊന്നുമില്ല, നീ കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കട്ടെ. നാളെയല്ലേ നമ്മൾ അളവെടുക്കാൻ പോണെന്ന് പറഞ്ഞത്? അതെ. അപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൻ എന്നെ ഫ്രണ്ടായി കണ്ടിട്ടുണ്ടെങ്കിലും ഹീസ് ഹൈഡിങ് മെനി തിങ്സ് ഫ്രം മീ. അതൊക്കെ എനിക്കിനി കണ്ടുപിടിക്കണം. സ്റ്റീഫൻ സാർ കം. ഇവിടെ നിന്നിട്ട് അളവെടുക്കാം. ഓക്കെ. അമ്മോച്ചി, ഞാൻ പുറത്തുണ്ടാവും. ആടാ. നീയാ? നീ ജീവനോടെ ഉണ്ടാ? 2 ആഴ്ചയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്. പോടി പുല്ല്, നിന്റെ മറ്റവനാണ് എന്നെ 1 വർഷത്തേക്ക് അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിർത്തിയത്. എന്നിട്ട് നീ ഇങ്ങനെ എന്നെ പറയണോട്ടാ? മച്ചാനാ? ഏത് വക്കീല്? ഓ, എന്റെ മച്ചാനെ ആക്കിയെങ്കിൽ എന്താ? നീ എൻജോയ് ചെയ്യുന്നില്ലേ? ഞാനോ? ഡാ നിന്നെ ഇവിടെയുള്ള ആർക്കറിയണം കാട്ടും കൂടുതൽ എനിക്കറിയാം.
നീ ഗേ ആണെന്നും നിനക്ക് അവനെ ക്രഷ് ഉണ്ടെന്നും. ക്രഷോ? എന്റെ ദൈവങ്ങളെ, ഞാൻ മനസ്സാ വാച കർണാനെ അറിയാത്ത കാര്യ. കർണനിലടാ ദുര്യോധനൻ, മുണ്ടാണ്ട് പൊക്കോളണം. ഇതൊക്കെ എപ്പ മുതൽ തുടങ്ങി? അതെ, അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവൻ ആ പാട്ടിനൊത്ത് നൃത്തം വെക്കുമ്പോൾ അവൻ്റെ കാലുകൾ നീങ്ങണേക്കാൾ കൂടുതൽ അവൻ്റെ കണ്ണുകൾ ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണുപോയി തടി. കർത്താവേ, ആദ്യമായിട്ടാണ് നീ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. അസ്ഥിക്ക് പിടിച്ചിരിക്കുവാണല്ലേ. കൊച്ചു കള്ള്. അല്ലടാ, അവൻ ഗേ ആണോ? ഓ, അതെനിക്കറിയില്ലടി. അതെന്താ അറിയാത്തെ? ഇടി, അവനെ LGBTQ കുറിച്ച് ഒരു വിവരമില്ലടി. പിന്നെ ഇത്ര വലിയ ആളായിട്ടല്ല അറിയാത്തത്? അതെന്നെയാണ് എന്റെ ഡൗട്ടും. ഇത്ര വലിയ ഫേമസ് ആയ ആൾക്ക് എന്തുകൊണ്ട് അറിയില്ലെന്ന്. എടി, അവന് ഫോണിന് നെറ്റ് പോലും ഇല്ല. എടാ, നീ ഉള്ളതാണോ പറയണേ? അപ്പൊ ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതോ? അതെനിക്കും ഉണ്ടാകുന്ന സംശയം. അത് അവൻ തന്നെ പറഞ്ഞെന്ന്. അവന്റെ അച്ഛൻ അത് യൂസ് ആക്കുന്നേ. സോ യു മീൻ ഹീസ് എ ഡാഡി ബോയ്? നോ, അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല. ബിക്കോസ് ഈ ഹേറ്റ് ഹിം. ഹൗ യു നോ? എനിക്ക് കുറച്ച് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതൊക്കെ എനിക്കൊന്ന് വ്യക്തമാക്കി എടുക്കണം. മേ ബി അത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം. അത് ശരിയാണ്. ഈ പറഞ്ഞതുപോലും അവൻ സ്വയം ഉൾബോധത്തിൽ നിന്നും പറഞ്ഞതല്ല. പിന്നെ ബോധമില്ലാണ്ട് പറഞ്ഞതാ. അവൻ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിക്കുമ്പോ. ഓ, അപ്പോ ഇതന്നെ കാരണം. എടാ, നീ കേട്ടിട്ടില്ലേ ഈ മദ്യപിക്കുന്നവർക്ക് മനസ്സിലെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ അത് കുടിച്ചു കഴിയുമ്പോൾ പുറത്തേക്ക് തന്നെ വിടുമെന്ന്? അതായിരിക്കാം അവനും സംഭവിച്ചത്. ഓ, അപ്പൊ അവന് മദ്യം വാങ്ങിച്ചു കൊടുത്താ ഒരു പക്ഷെ അവൻ ഓപ്പൺ അപ്പ് ആവും എന്നല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. നീ അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ട് എന്തായാലും അങ്ങനെ ചെയ്തു നോക്ക്. എടി, എന്നാലും ഡ്രിങ്ക്സ് ഒക്കെ അങ്ങനെ കൊടുക്കുന്നത് തെറ്റല്ലേ? എടാ, കുറെ ഒന്നും കൊടുക്കണ്ട, ഒരു ഗ്ലാസ് മതിയാവും. ഓക്കെ ഓക്കെ, ഐ വിൽ ട്രൈ. ഓ, എൻ്റെ അടുത്ത് പോലും ഇല്ല ഇത്രയും കൊഞ്ചു സംസാരിക്കുന്നത്. അവന്റെ മെതിക്കുന്നതിന് ഇങ്ങനെ ചാരി നിന്ന് സംസാരിക്കുന്നത് എനിക്ക് നല്ല ജലസ് വരുന്നുണ്ട്. എനിക്കെന്താ കുറവ്? സ്വത്തില്ലേ, പണമില്ലേ, ഭംഗിയില്ലേ, എന്തിന് ആ വർണ്ണയും കണ്ടും കൂടുതൽ ഹൈറ്റും ഇല്ലേ? എന്നിട്ടും അവള് ഡോ, താനെന്തീ നോക്കിക്കുന്നേ? ഒന്നുമില്ല. പറയടോ. എൻ്റെ പൊന്ന് സാറേ, എനിക്കിതാ നിൽക്കുന്ന നീനേനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ ഏത് നേരവും ഈ വരുണ്ട കൂടെയാ. ഇവർ തമ്മിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നു അവൾക്ക് എന്നോട് ഒരു ഇഷ്ടമില്ലാത്തത്. യു മീൻ they both love each other? Yeah, I think so. ഞാനതിന് സമ്മതിക്കൂല. ഒന്നുമില്ല, ഞാനെന്നാ പോട്ടെ. സാറ് അളവെടുത്തോ സാറേ? അതൊക്കെ കഴിഞ്ഞു. എന്നാ സാറ് പോയി റെസ്റ്റ് എടുത്തോ. വരുൺ, പോവാം നമുക്ക്. സാറേ പോവാം. ഡി, ഞാനെന്നാ പോട്ടെ. എല്ലാം പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. നോക്കാം. നീന, ഒന്നവിടെ നിന്നേ. എന്താ സാറേ? എടോ, തനിക്ക് വേറെ ആരും പറയാണ്ട് മനസ്സിലായി കാണുമല്ലോ എനിക്ക് തന്നോട് എന്താണെന്ന്. അത് സാർ, എടോ, കുറെ ആയില്ലേടോ ഞാൻ തൻ്റെ പിന്നാലെ നടക്കുന്നു. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയും. അല്ലെങ്കിൽ വെറുതെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എന്തെന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചു? നീ ഏതു നേരം അവരുണ്ട കൂടെയല്ലേ? നിനക്ക് അവനല്ലേ ഇഷ്ടം? അതുകൊണ്ടല്ലേ നിനക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ ആരോടും ആരും ഇഷ്ടമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ വരുൺ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സഹിച്ചോ. പ്ലീസ് സാർ, വിടേനെ. No, I want to say it by myself. I really love you. I really do. എൻ്റെ 5 മക്കളുടെ തന്താവാൻ പറ്റോ?
ഏ ആ പറ്റൂന്ന്. എത്ര മക്കളുടെ? 5. ഓ വേണമെങ്കിൽ 10 ആവാം. പാടണം. മോച്ചി മോച്ചി വാട്ട് വിത്ത് ദാറ്റ് ഫേസ്? വാട്ട് ഫേസ്? അല്ല, അവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് മുഖം ഇങ്ങനെ ഏറ്റുപിടിച്ചിരിക്കുന്നു. നത്തിങ്. ഐ വാണ്ട് ഡ്രിങ്ക്സ്. ഹാ, എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കണം. ഓ ഓക്കെ, ഇതിപ്പോൾ സിമ്പിളായല്ലോ. പണി എനിക്ക് കുറഞ്ഞു കിട്ടി. ഞാൻ വാങ്ങിച്ചരാം, നീ എവിടെ ഇരിക്കും. നീ അടിക്കുന്നില്ലേ? ഏയ് എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിച്ചേക്ക് എൻ്റെ ഒപ്പം. ഓ എന്നാ ഒരെണ്ണം ഒഴിച്ചേക്ക്. ആ ഓക്കെ. മോച്ചി മോച്ചി എന്താ? മോച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. അതെ, 1998 സ്റ്റീഫൻ ഗബ്രിയേൽ ജനിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചു, അതൊന്ന് ബാക്കി പറയോ? Who is this Stephen Gabriel? എടാ അത് നീ. No, I am Mochi. അത് ഞാൻ വിളിക്കുന്ന പേരല്ലേടാ. No, മോജിന്ന് ഒരാളെ വിളിക്കുള്ളൂ, ഒരൊറ്റ ഒരാള്. അത് ഈ മോജിയുടെ ചെല്ലോ ആണ്. ഷെടാ, അപ്പൊ അതും നടക്കില്ല. എന്നാ മോജിയുടെ കഥ പറ. ഈ മോജിയുടെ കഥയോ? അതെ, ഈ മോജിയാണ് ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ. യു നോ വൈ? വൈ? Because he have his cello, my everything. എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുണ്ടെന്ന് തോന്നിയത് അവനുള്ളപ്പോഴാണ്. യു നോ വാട്ട്, എൻ്റെ ലൈഫിൽ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഫീൽസ് ലൈക്ക് ഹാപ്പിനെസ്, വാട്ട് ഈസ് എൻജോയ്മെൻറ്റ്, ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വിത്തിൻ 2 weeks he take everything from me. Like he stole everything, my love, my soul, my heart, അങ്ങനെ എല്ലാം. I want to live with him till my last breath, but the problem is he don't love me. He don't even know that I was exist in his heart or mind. I don't want to lose that happiness. You know, man, I really love him. I want him, but he loves someone. I think he's not gay. You really love him? Yes, I do. നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? നിന്നെ ഉമ്മ വയ്ക്കാൻ. No, my lips only belongs to my cello. You can't even take it from me. Then Mochi, look at my eyes. Cello. എന്റെ കാല്, ഈശ്വര. Why I am naked? Morning. ചെല്ലോ, നീ എന്തിങ്ങനെ? ഇന്നലെ എന്തുണ്ടായേ? Don't you remember anything?
I don't remember anything. So you don't remember anything. Okay? Let me remind you. വരുൺ, പറഞ്ഞോളൂ. എന്താണ് മനസ്സിലുള്ളെങ്കിലും പറഞ്ഞോളൂ. അത് I love you. I really love you. And will you be my boyfriend? No, will you be my secret boyfriend? Yes, I will be your boyfriend. Your secret boyfriend. ബോയ്ഫ്രണ്ട് ആക്കിയപ്പോൾ കരയുന്ന. You don't know what I feels right now. ഷേ, കരയല്ലേ. വാ. ചലോ നീ എനിക്കൊരു പ്രോമിസ് തരോ? എന്ത് പ്രോമിസാ എൻ്റെ ബോയ്ഫ്രണ്ടിന് വേണ്ടത്? എനിക്ക് നീ എൻ്റെ കൂടെ എന്നും വേണം. ഒരിക്കലും ആരുടെ വാക്ക് കേട്ടും നീ എന്നെ പിരിയാൻ പാടില്ല. ഓക്കെ, ഐ പ്രോമിസ് യു I will never ever leave you and I will always be with you. Okay? Okay. പിന്നീട് അവരുടെ ദിവസങ്ങളായിരുന്നു. വായ്മൊഴിയും എന്തൻ തായ്മൊഴിയും ഇன்று വசப்படவில்லையடி വயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி கண்கள் எல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி நான் வாழ்வதோ விடைந்து போவதோ உன் வார்த்தையில் உள்ளதடி. ചെലോ, നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? വാടാ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് പോവില്ലേ? ഓ, സർപ്രൈസ്. യാ സർപ്രൈസ്. ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടമായി. എൻ്റെ ജീവിതത്തിൽ ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ ബീച്ചിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അമ്മയോടൊപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എടാ, ഒന്നും ശരിയാവുന്നില്ലല്ലോടാ. നിനക്കിപ്പോൾ 25 വയസ്സായില്ലേ? 25 വർഷത്തിൽ ഇത്രയും വലിയ ആളായിട്ടും 2 പ്രാവശ്യം ബീച്ച് കാണാൻ പോയിക്കുന്നത്. എനിക്കറിയാം നീ എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം അറിയണം, നിന്നെക്കുറിച്ച്, നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നീ ആരാണ്, എന്താണെന്നൊക്കെ. ബിക്കോസ് ഐ എം യുവർ പാർട്ട്ണർ, ഐ ഹാവ് ദ റൈറ്റ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിച്ചത് എൻ്റെ പാസ്റ്റാണ്. അതൊക്കെ മറന്ന് ഞാൻ ഹാപ്പി ആയിട്ട് നിന്നത് നിൻ്റെ കൂടെയുള്ള ഈ കുറച്ച് മാസങ്ങളാണ്. എന്തുകൊണ്ടോ നീ പറഞ്ഞത് ശരിയാണ്. നീ അറിയണമെല്ലാം എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്. എൻ്റെ അച്ഛനൊരു ഗ്രീഡി പേഴ്സണാണ്. അത്യാഗ്രഹം ഒരുപാടാണ്. എത്ര കിട്ടിയാലും മടുക്കില്ല. അങ്ങനെ എൻ്റെ അമ്മയെ പോലും കല്യാണം കഴിച്ചത് ഒരുപാട് പൈസ കിട്ടും എന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നു. അച്ഛനൊരിക്കലും അച്ഛൻ്റെ മക്കളെയോ ഭാര്യയോ സ്നേഹിച്ചിരുന്നില്ല. പക്ഷേ എനിക്കും എൻ്റെ ഏട്ടനും അമ്മ, ഷീ ഈസ് റിയലി ലൈക്ക് എൻ ഏഞ്ചൽ, എ ക്യൂൻ. അങ്ങനെയായിരുന്നു. അമ്മ ഒരിക്കലും അച്ഛൻ്റെ ഈ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം വാങ്ങിത്തന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുപോയും അങ്ങനെ സന്തോഷം ജീവിച്ചതാ. ആ സന്തോഷങ്ങൾക്കൊക്കെ ഇടയിൽ അമ്മയെ ശ്രദ്ധിക്കാൻ മറന്നുപോയി. അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ വന്നു. ഞാൻ 10th പഠിക്കുമ്പോൾ എക്സാമൊക്കെ നല്ല രീതിക്ക് പാസ്സായി, ഫുൾ A+ കിട്ടി. അമ്മ അതുകൊണ്ട് ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിക്കാൻ പോകുമ്പോഴാണ് അമ്മയുടെ മരണം ഞങ്ങൾ അറിഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും ചേട്ടനും ചത്ത് ജീവിക്കുന്നത് പോലെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊരു ഡാൻസ് പെർഫോമൻസ്. ടീച്ചർമാരുടെ നിർബന്ധപ്രകാരം
ഞാനത് കളിച്ചു കഴിഞ്ഞ് അവിടുത്തെ ജഡ്ജസിന് എന്നെ ഇഷ്ടമായി. അങ്ങനെ അവരായിരുന്നു ഒരു ഡീല് പറഞ്ഞത്, അവരുടെ കമ്പനിക്ക് വേണ്ടി എന്നെ മോഡലായിട്ട് ഒരു ഡാൻസറായിട്ട് എടുക്കണമെന്ന്. അച്ഛൻ പണം കിട്ടുന്ന കാര്യമായതുകൊണ്ട് ചാടിക്കയറി സമ്മതിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. കുറേ ഇൻസ്ട്രക്ഷൻസ് വന്നു. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ഇത്ര നേരത്തെ എണീക്കണം, ഇത്ര നേരത്തെ എക്സസൈസ് ചെയ്യണം, ഇത്ര നേരത്തെ കിടന്നുറങ്ങണം, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരി 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 ഡെയിലി ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ട് എന്നെ ഡാൻസ് കളിപ്പിക്കും. ഒരുപാട് പൈസ അച്ഛനുണ്ടാക്കും. അതിൽ നിന്നൊരു 1 രൂപ പോലും അദ്ദേഹം എനിക്ക് തന്നിട്ടില്ല. പിന്നെ മുതൽ ഡിപ്രഷനായിരുന്നു. ജീവിതത്തിൽ സൂസൈഡ് ചെയ്യാൻ വരെ എത്ര പ്രാവശ്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെങ്കിലും എൻ്റെ ജീവിതം മാറിയെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. ആ ദിവസമായിരുന്നു ഞാൻ നിന്നെ കണ്ടത്. മോച്ചി, നിന്നോടുള്ള റെസ്പെക്റ്റ് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. കൂടല്ലാണ്ട് നിന്നെ വന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നീ ഒരു ജാടയാണ്, നീ ഭയങ്കര അഹങ്കാരിയാണ്. അങ്ങനെ പക്ഷേ നിന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരാളുടെ പുറമേ ഉള്ളതല്ല, അയാളുടെ ഉള്ളിലുള്ളതാണ് നമ്മളെല്ലാവരും കാണേണ്ടതെന്ന്. ഇനി നീ നോക്കിക്കോ, നിന്റെ അച്ഛൻ നിന്നെ ഇങ്ങനെ ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടും. അത് അദ്ദേഹത്തിനോട് എതിർത്ത് സംസാരിച്ച തലയുണ്ടാക്കിയല്ല, നീ കാണാത്തതും നീ കേൾക്കാത്തതും നീ അറിയാത്തതുമായ കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തി അറിയിച്ചുകൊണ്ടും. ഐ ലവ് യു മോർ. ആദ്യമായി ജനിച്ചു വീണ കുഞ്ഞിനെ പോലെയായിരുന്നു അവൻ. ഇവിടെയുള്ള ഒന്നിനെക്കുറിച്ച് ഒരു അറിവ് അവനുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു വാവ പഠിക്കുന്നത് പോലെ ഓരോന്നോരോന്നായി ഞാൻ അവനെ പഠിപ്പിച്ചു. ചലോ, ഇതെന്താ? ഇതാണ് ബജി. ഈ മൈദക്കിട്ടുണ്ടാക്കുന്നതാണ്. പൊളി സാധന, കഴിച്ചോക്ക്. വെറൈറ്റീസ് ഓഫ് ബജികളുണ്ട് ഇവിടെ. ഓ ഓക്കേ. ഇതെന്താ? ഇതാണ് അമ്യൂസ്മെന്റ് പാർക്ക്. നിനക്ക് തൊട്ടുകഴിഞ്ഞാലേ കയറണോ? അതെന്താ? വാ കേറാം. ഇതെന്താടാ? ഇതാണ് കൊള്ളിയും പൊട്ടി. കഴിച്ചോക്ക്, പൊളിയാ. നീ മീൻ പിടിച്ചിട്ടുണ്ടാ? ഇല്ല. എന്നാ വാ, നമുക്ക് ചൂണ്ടിട്ട് മീൻ പിടിക്കാം. എടാ, ഇതേത് വെസ്റ്റേൺ കൾച്ചറാ? ഐ, അതൊന്നുമല്ല, ഇത് തെയ്യം. നമ്മള് ദൈവങ്ങള് മനുഷ്യന്മാരുടെ ദേഹത്ത് കയറുന്ന ഒരു സംവിധാനം. അതില് ചിലപ്പോ അവര് മുഖത്തോരോ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് തുള്ളും, അത്രേ ഉള്ളൂ. ഓ ഐ സീ.
എടാ, ആ നിൽക്കുന്നത് സ്റ്റീഫൻ ഗബ്രിയേൽ അല്ലേ? ആ അതേലോ. പുള്ളി എന്താ ഇവിടെ? എടാ നീ സാറിനെ വിളിച്ച് പറഞ്ഞേ. ആ ഓക്കെ. വാ, ഇനി നമുക്ക് ഊണ് കഴിക്കാം. എങ്ങോട്ടാണാവോ രണ്ടുപേരും കൂടി? ഇതാണോടാ നീയൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ? ഒരു കണക്കിന് ആണെന്ന് കൂട്ടിക്കോ അച്ഛാ. അച്ഛനോ? ഏത് വകയിലടാ ഞാൻ നിനക്ക് അച്ഛനായത്? അത് പിന്നെ എന്റെ ചെക്കൻ്റെ അച്ഛൻ എന്റെ അമ്മായിപ്പനായിട്ട് വരുമ്പോ എനിക്ക് അച്ഛനാവില്ലേ? ചെക്കനോ? നീ എന്താട്ടാ നാറി പറയുന്നേ? അപ്പ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് അമ്പലാണ്. നമുക്ക് ഇവിടുന്ന് മാറി നിന്ന് സംസാരിക്കാം. ആ വാടാ നീ. ഓക്കെ മിസ്റ്റർ വരുൺ, സമാധാനപരമായി നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ തന്നെ നിർത്താം. നീ എന്റെ അനിയൻ ഇപ്പൊ തന്നെ എനിക്ക് വിട്ടുതരണം. വിട്ടുതരാനാണല്ലോ വാഗ്ദാനങ്ങൾ കൊടുത്ത് കൂടെ കൂട്ടിയത്. മരണം വരെ ഇവൻ എന്റെ ചെക്കനെ എന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുത്തനും വിട്ടുതരില്ല. ഈ നായിന്റെ മോനെ ഇന്ന് ഞാൻ തൊട്ടുപോകരുത് എന്റെ ചെക്കനെ. ഡാ, ഞാൻ നിന്റെ അപ്പനാടാ. അതെ, അപ്പനാണ് പോലും അപ്പൻ. അപ്പന്റെ വില എന്താന്ന് നിങ്ങൾക്കറിയോ? ആ വില അറിയാത്ത നിങ്ങളിത് സംസാരിക്കണ്ട. ഒരുപാട് കാലം നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ വാലാട്ടി നിന്നതാ. മടുത്തു എനിക്കെല്ലാം. മോൻ പറഞ്ഞത് കേട്ടല്ലോ, അപ്പൊ തിരിച്ചു മടങ്ങിക്കോളൂ. തിരിച്ചു മടങ്ങാൻ വേണ്ടിയല്ല ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നു. എന്റെ മുന്നിൽ വിലങ്ങുതടിയായി ആരെങ്കിലും വന്ന ഞാൻ അവരെ വെറുതെ വിടില്ല. ഡാ, ഇവരങ്ങ് കൊന്നേക്ക്. അവനെ പിടിച്ച് വണ്ടിയിലും കയറ്റ്. എന്നെ വിട് ഏട്ടാ, നിങ്ങൾ കൂടി ഇതിന് കൂട്ടു നിൽക്കല്ലേ പ്ലീസ്. എന്നെ വിട്, അവനൊന്നും ചെയ്യില്ല പ്ലീസ്. അവനൊന്നും ചെയ്യണ്ടെങ്കിൽ മര്യാദക്ക് വണ്ടി കയറടാ. മര്യാദക്ക് വണ്ടി കയറടാ. വീട്ടിൽ പോയിട്ട് അച്ഛനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഇല്ല, അവനില്ലാതെ ഞാൻ എങ്ങോട്ടേക്കൂല. എന്നാ പിന്നെ അവൻ മരിക്കണത് കണ്ടു നിൽക്ക്. ശരി, ഞാൻ വരാം. വാ പോവാം. അവനെ വെറുതെ വിടണം. ആ വിട്ടേക്കാം. നീ വന്നു കഴിഞ്ഞാ ഞങ്ങ വിടും. വണ്ടി എടുക്ക്. ഓക്കെ. ഡാ, അവനെ വിട്ടേക്ക്. കൊല്ലണ്ട. ഏയ്, എല്ലാത്തിനും ഞാൻ കയ്യും കാലും ഒടിച്ചിട്ടിട്ടുള്ളൂ. ഹാ, നീ ഏതവനണ്ടാ? ഞാനോ? വരുൺ, ഞാൻ നിങ്ങളുടെ മരുമോൻ. ഡാ താൻ എന്താ വിചാരിച്ചു എന്നെ കുറിച്ച്? ഞാനൊരു നോർമൽ ബോയ് ആണെന്നോ? എടോ, ഞാൻ കളരിയാടോ കളരി. എന്റെ അപ്പനെ കളരി പഠിപ്പിക്കുന്ന മാസ്റ്ററും. നാളെ ഞാൻ അങ്ങോട്ട് വരും. വരെയും ചെയ്യും, എന്റെ ചെക്കനെ കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ നിങ്ങളായ നിങ്ങളുടെ പാടായി. ഇല്ല, അതിന് ഞാൻ അനുവദിക്കില്ല. നാളെ നീ വരില്ലേ? അപ്പോ ഞാൻ കാട്ടിത്തരാം. മോച്ചേ, മോച്ചി. എങ്ങോട്ടാ വലിഞ്ഞു കേറി വരുന്നേ? ഈ അച്ഛൻ എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഞാനൊരു ചെക്കര കാണാൻ വന്നാന്ന്. ഡാ, ഇത് കണ്ടോ? പോയിസൺ. നല്ല ശക്തിയുള്ള വിഷം. ഒരു തുള്ളി വയറ്റിൽ പോയാൽ മരിക്കും. ഇത് ഞാൻ എൻ്റെ മോൻ്റെ ഭക്ഷണത്തിൽ കലക്കങ്ങോട്ട് കൊടുത്ത് കൊല്ലും. നിനക്കറിയോ, എനിക്ക് സ്വന്തം ബന്ധവും ഒന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ അത് മോനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഞാൻ കൊന്നിരിക്കും. അപ്പൊ പിന്നെ പീറ ചെക്കനായി നീ വന്ന് അവനെ ചോദിച്ചാ ഞാൻ തരുന്നു കരുതിയോ? താൻ എന്താ സൈക്കോ ആണോ? സ്വന്തം മോനെ കൊല്ലാൻ നോക്കുന്നു. പണത്തിന് വേണ്ടി എന്തു ഞാൻ ചെയ്യും എന്ന് കൂട്ടിക്കോ. അവനെ കൊന്നാല് എനിക്ക് സമാധാനായിട്ട് ആ വിഷമത്തിന്റെ പേരിൽ ഒരുപാട് പൈസ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ വഴി നിന്ന് മാറണം. എന്ന് വെച്ചാ അവനുമായുള്ള ബന്ധം നീ നിർത്തണം. പറ്റില്ല, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല. എന്നാ പിന്നെ നീ ഒരു കാര്യം ഓർത്തോ. നിന്റെ വീട്ടിൽ കിടക്കും നിന്റെ അച്ഛൻ, അമ്മ, പെങ്ങളുടെ കെട്ടിയോൻ എല്ലാവരും ഞാൻ അങ്ങോട്ട് തീർക്കൂടാ. തനിക്ക് എന്താടോ പ്രശ്നം? തനിക്ക് പൈസ ആണോ വേണ്ടത്? എത്ര വേണേലും ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ എന്റെ കുടുംബത്തെയോ ഞാൻ സ്നേഹിക്കുന്നവനെയോ ഒന്നും ചെയ്യരുത്. അതൊന്നും അല്ലടാ എന്റെ പ്രശ്നം. നീ ഗേ ആണെന്നും പറഞ്ഞ് എന്റെ മോനെ പിടിച്ച് ഗേ ആക്കണമെന്നുണ്ടോ? ഈ സമൂഹത്തില് അവന് ഏറ്റവും കൂടുതലുള്ളത് ഫാൻ ഗേൾസ് ആണ്. അവരിത് അറിഞ്ഞ മോശം. ഇത്രയും വൃത്തികെട്ട വർഗത്തെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല.
നിങ്ങളെപ്പോലുള്ള ഓരോരുത്തന്മാരാണ് പല ചെക്കന്മാരുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത്. സ്വന്തം ജെൻഡറിനോട് സ്നേഹം തോന്നുന്നത് ഒരു തെറ്റാണെന്ന് ഒരു സയൻസിൽ എഴുതി വെച്ചിട്ടില്ല. നിങ്ങളെപ്പോലുള്ള കുറെ സൊസൈറ്റി പീപ്പിൾസ് ഉണ്ട്. അനാവശ്യമായി ഓരോന്നും പറഞ്ഞ് വ്യാപിപ്പിച്ച് പലരുടെ മുമ്പിലും കുത്തി വിഷം കയറ്റി അത് വൃത്തികേടായി കാണുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് പ്രണയം എന്താണെന്ന് മനസ്സിലാവില്ല. അതെങ്ങനെ മനസ്സിലാവാനാ? പണം മാത്രല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വന്തം മക്കളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ഒരപ്പനായി നിങ്ങൾ അവരെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നു? നിങ്ങൾക്ക് ഇങ്ങനെ ആവാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കാവാൻ പാടില്ല? പാടില്ല, അത്ര തന്നെ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ ഒരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ആണെങ്കി ആണ്. എന്റെ മോനെ നീ വെറുതെ വീട്ടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ കൊല്ലും. അത് സത്യമായ കാര്യമാണ് മോനെ. വേണമെങ്കിൽ ഇപ്പൊ ഈ പടി ഇറക്കണം, അല്ലെങ്കിൽ നീ അവന്റെ മരണം കാണും. എന്തൊരു ദുഷ്ടനാണോ താൻ? അതെ, ഞാൻ ദുഷ്ടനുമാണ്, സെൽഫിഷുമാണ്. എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് വേഗം ഇറങ്ങാൻ നോക്കടാ. ശരി, ഞാൻ ഇറങ്ങാം. പക്ഷേ താൻ എനിക്കൊരു വാഗ്ദാനം നൽകണം. എന്ത്? അവൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കഴിഞ്ഞു പോയ കാലത്ത് പോയ അതേ അനുഭവം ഇനി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന്. കഴിഞ്ഞ ഈ ഒരു വർഷം അവൻ എൻ്റെ കൂടെ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അത്രയും തന്നെ ഇനി അവൻ ഹാപ്പി ആയിരിക്കണമെന്ന്. അവന് ജീവിതത്തിൽ കിട്ടാത്ത എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ചെയ്ത എന്റെ നിഴൽ വട്ടം പോലും അവന്റെ അടുത്തുണ്ടാവില്ല. ഇത് ഞാൻ തരുന്ന വാക്കാ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. നിഴൽവട്ടം പോയിട്ട് നീ പോലും ഇവിടെ ഉണ്ടാവരുത് എന്ന് വെച്ചാ ഈ കേരളം നീ വിടണമെന്ന്. ശരി, ഞാൻ പോവാ. പക്ഷേ ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ അച്ഛനും മോനും ജീവനോടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഓ, ഒന്ന് ഫോൺ എടുക്ക് വരുൺ പ്ലീസ്. സ്റ്റീഫൻ മോനെ എന്താണ്? ചേട്ടത്തി, അവൻ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പേടിയാവുന്നു. ഏയ് നീ പേടിക്കണ്ട, അവൻ വിളിക്കും. ആര് വിളിക്കാൻ പോകുന്നുവെന്നാ ഈ പറയുന്നേ? അപ്പ നിങ്ങൾ അവനെ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. ബട്ട് അവനെ വെറുതെ വിടണം പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഹൈ, ഇത് നല്ല കഥ. ഞാൻ അവനൊന്നും ചെയ്തില്ല, അവനായിട്ട് പോയതാണ്. നിങ്ങൾ എന്തീ പറയുന്നത്? ആന്ന്, അവനോട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഞാൻ 20 ലക്ഷം രൂപ തരാം, എൻ്റെ മകനെ വിട്ടു തരണമെന്ന്. അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. ആ പണവും കൊണ്ട് ഈ നാട് തന്നെ വിട്ടു. ഇല്ല, എൻ്റെ വരുൺ അങ്ങനെയല്ല. അവൻ ഒരിക്കലും എന്നെ ചതിക്കാനാവില്ല. എന്നിട്ടാണോ അവൻ നിന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്തെ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കവൻ വാക്ക് തന്നതാ. ആ വാക്ക് അവൻ പാലിക്കും. എങ്കിൽ നമുക്ക് കാണാം. നീ കാത്തിരുന്നോ? സ്റ്റീഫൻ, ചേട്ടത്തി പൊക്കോളൂ. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് വേണം. ആ ഇല്ല, എനിക്കറിയാം നീ എണ്ണിട്ടിട്ട് പോവില്ല. പ്ലീസ് ചെല്ലോ, ഒന്ന് വാടാ. പെൺമിഴികൾ നിറയും നൊമ്പരം എന്നും ഓർക്കുന്നുവോ, വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. എന്നും ഓർക്കുന്നു ഞാൻ, എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ. ഈ മരുന്ന് ഉടനെ പോയി വാങ്ങിച്ചിട്ട് വരും. അളിയ, ആ വരുൺ. അളിയ, ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്? 24 മണിക്കൂർ കഴിഞ്ഞ് എന്തിനും പറയാൻ പറ്റുള്ളൂടാ. ഇത്തിരി ക്രിട്ടിക്കലായിരുന്നു. ആ, ഓക്കെ. വരുൺ, അവൻ കണ്ണോർന്നിട്ടുണ്ട്, പോയി കണ്ടേക്ക്. ആ, മോച്ചി, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് ഒരു പ്രോമിസ് തന്നിട്ട് ഒരാൾ പോയിരുന്നു.
അയാൾ തിരിച്ചു വരാണ്ടായപ്പോൾ എനിക്ക് തോന്നി ഈ ലൈഫ് ഇവിടെ വെച്ച് നിർത്താമെന്ന്. തിരിച്ചു വന്നില്ലെങ്കിൽ ആ ലൈഫ് അവിടെ വെച്ച് നിർത്താണോ വേണ്ടത്? 1 വർഷം ഞാൻ കാത്തിരുന്നില്ലടാ. അത്രയും വർഷം ഞാൻ എങ്ങനെ ജീവിച്ചത് നിനക്കറിയോ? ഒരുപാട് തവണ ഓരോരുത്തർ നീ വരില്ല വരില്ല എന്ന് പറയുമ്പോൾ നീ വരും എന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ നീ വന്നില്ല. എന്തുകൊണ്ട്? സത്യം പറ, എന്തിനാ നീ എന്നെ ഇട്ടേച്ചു പോയത്? എൻ്റെ അപ്പം പറഞ്ഞിട്ടാണോ? അതെ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, മറ്റാരുടെ വാക്കും കേട്ട് നമ്മൾ പിരിയാൻ പാടില്ലെന്ന്. എടാ, അയാള് പറഞ്ഞത് നിന്നെ കൊന്നു കളയുന്നാടാ. നിന്നെ അയാൾ വിട്ടു തന്നില്ലെങ്കിൽ പുഷ്പം പോലെ എനിക്ക് നിന്നെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാനേ ഉള്ളൂ. പക്ഷെ അയാളെ ഭീഷണിപ്പെടുത്തിയത് നിന്റെ ജീവനും എൻ്റെ കുടുംബത്തിൻ്റെ ജീവനും വെച്ചാ. നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് ആവില്ല. ഒരുപക്ഷെ നമ്മൾ പിരിഞ്ഞെങ്കിലും നീ ഇവിടെ ജീവനോട് ഉണ്ടല്ലോ എന്ന സമാധാനത്തിൽ എനിക്ക് അവിടെ ജീവിക്കായിരുന്നു. പക്ഷേ അയാൾ എങ്ങനെ നിന്നെ കൊന്നിരുന്നെങ്കിൽ ആ കുറ്റബോധത്തിൽ ഞാൻ ഇല്ലാണ്ടായി പോകൂടാ. നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, അപ്പോൾ നീയും ജീവിക്കേണ്ടായിരുന്നു. ഞാൻ ജീവിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. എനിക്ക് പറ്റിയില്ല. ഏയ് വേണ്ട, ഇനി കഴിഞ്ഞ ദൂരത്ത് നീ വിഷമിക്കണ്ട. മോച്ചി, നീ ഓക്കെ ആയിട്ടിരിക്കെ. എന്താ വിളിച്ചേ? മോച്ചി, 1 വർഷമായിടാ ഈ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം. എന്നെൻ്റെ മോച്ചിക്കുട്ടൻ കേൾട്ടോ, അടുത്ത മാസം നമ്മൾ കല്യാണം കഴിക്കും. ആന്ന്, ഒരു തെണ്ടിക്കും വിട്ടുകൊടുക്കാതെ എൻ്റേത് മാത്രമായിട്ട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. I love you. I love you more. അവന് ജീവൻ കൊടുത്ത തന്തേതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. അടുത്ത മാസം ഞാൻ അവനെ വിവാഹം ചെയ്യും. അത് നിങ്ങൾക്ക് വരാം, വരാതെ ഇരിക്കാം. ഇതിൻ്റെ ഇടയിൽ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ വരുണെന്ന് കരുതണ്ട. ഈ വരുൺ വേറെയാ, താൻ ഇതുവരെ കാണാത്ത വേറൊരു മുഖമുള്ള വരുൺ. അപ്പോൾ ശരി, ശിഷ്ടകാലം നരകതുല്യമാവാതെ നോക്കിക്കോളൂ. அனலின்றி குளிர் வீசும் இது எந்தன் சிறைவாசம். இதில் நீ மட்டும் வேண்டும் பெண்ணே. நீ பார்த்த விழிகள், நீ பார்த்த நொடிகள் கேட்டாலும் வருமா, கேட்காத வரமா. Now you both are husbands now. You make kiss now. சரமா இன்னும் வேண்டுமா, அதில் நிறைந்திடுமா, நாம் பார்த்த நாள் நம் வசம் வரும். So Mochi, I have a gift for you. Gift? What is it? എന്നാ ഫോണാ വെച്ചോ. സ്വന്തമായിട്ട് ഫോണിലൊന്നും പരാതിയായിരുന്നില്ലേ? ഇനിയിപ്പോ ആ പരാതി വേണ്ട. എന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കോൾ ചെയ്യാം. I like it. Thank you. ഓ വെൽക്കം. അപ്പോ എന്റെ ഗിഫ്റ്റ് വേണ്ടേ? നീയും തരുന്നുണ്ടാ? എന്താ സംഭവം? ഒരിക്കല് നീ ഒരു പാട്ട് പാടിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടി ഈ പാട്ട് ഞാൻ ഡാൻസ് കളിച്ചു തരാന്ന്. അത് നമ്മളൊരു സ്പെഷ്യൽ ഇവന്റില് പോവാ. അത് ഞാൻ കളിച്ചു തരാൻ പോവാ. ശരിക്കും? അവിടെ പോയിരിക്കും. ഓക്കെ. പ്രാണനേ പ്രാണനേ പ്രാണനൻ ശ്വാസമേ, ജീവനേ 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 ശ്വാസമേ. തിരയേറി വന്ന നോവുകൾ നീർ പെയ്തു തേങ്ങവേ, അതിലോലലോലമാകുമെന്നനുരാഗ രാമഴ. നിറയെ നനയൂ അലിയൂ പ്രിയതേ. I love you, my secret boyfriend. I love you too, my secret boyfriend. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ.
പ്രാണനിൽ പ്രണയ നീർനിലാത്തുള്ളി വീണലിന്നു തനിയെ ശുഭയാത്ര പോയ ചിരികൾ ശലഭങ്ങളായി നിറയെ അകമേ പടരും കുളിരോ